നീലക്കണ്ണുള്ള ഒരു സുന്ദരൻ ചെറുപ്പക്കാരൻ ലോക പ്രശസ്തമാക്കിയ ഒരു ഓറഞ്ച് കളർ കാറുണ്ട്. അതിന് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. 1990 എന്ന് പറയുന്ന ഇറ ഭരിച്ചിരുന്ന ചില മോഡലുകളിൽ ഇന്നും രോമാഞ്ചമായിട്ട് നിലനിൽക്കുന്ന ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഐക്കോണിക് സുപ്ര, ദ 90s സുപ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വാഹനത്തിൻ്റെ കൂടെയാണ് ഇപ്പം നമ്മളുള്ളത്. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൊയോട്ട സുപ്രയെക്കുറിച്ചാണ്, ഇതിൻ്റെ വഴികളെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വാഹനത്തിനകത്തേക്കൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിനകത്ത് നല്ലൊരു സ്മെല്ല് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ നല്ല സ്മെല്ല് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് 1 എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നമ്മളിത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴയത്താണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് ആളുകൾ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല സ്മെല്ലാണ്. മൈഗ്രെയിൻ പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്. അപ്പം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരു 400 രൂപയാണ് ഇതിന് വില വരുന്നത്. നമുക്കൊരു 2-3 മാസ കാലയളവ് എന്തായാലും ഉപയോഗിക്കാം എന്നുള്ളതാണ്. നിസാൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ മസ്താങ് അരങ്ങ് വാണിരുന്ന കാലത്ത് ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ആലോചിച്ചു, ഞങ്ങൾക്കും ഒരു പോണി കാറിനെ വേണമെന്ന്. അങ്ങനെയാണ് 1990കളിൽ സെലീക്ക എന്ന് പറയുന്ന മോഡലിനെ ടൊയോട്ട പുറത്തിറക്കുന്നത്. ഈ സെലീക്കയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്ര എന്ന് പറയുന്ന മോഡലിൻ്റെ തുടക്കക്കാരൻ എന്ന് വിശേഷിപ്പിക്കാം. പിന്നീട് കാലക്രമേണ സെലീക്ക XXനെ വാഹന വിപണിയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ 200 GT ഒരു ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനെയാണ് ടൊയോട്ട പുറത്തിറക്കിയത്. ആ മോഡലിലെ ടൊയോട്ട ചില രാജ്യങ്ങളിൽ സെലീക്ക സുപ്ര എന്ന് വിളിച്ചു തുടങ്ങി. അവിടെ നിന്നാണ് സുപ്ര എന്ന് പറയുന്ന ബാഡ്ജിങ് ആദ്യമായി ആരംഭിക്കുന്നതെന്ന് പറയാം. 1983 സമയത്താണ് സുപ്ര എന്ന് പറയുന്ന സ്വന്തം പേരിലേക്ക്, അതായത് MK3യിലേക്ക് സുപ്ര എന്ന് പറയുന്ന മോഡൽ കടന്നു വരുന്നതും. പിന്നീട് 1993ലാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന MK4 സുപ്ര വാഹന വിപണിയിലേക്ക് കടന്നു വരുന്നതും. വലിയൊരു ചരിത്രമാണ്. ട്യൂണേഴ്സിൻ്റെ ഇടയിൽ വളരെ പ്രശസ്തമാണ് എന്നും അതുപോലെ തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവിയിലൂടെ ഭയങ്കര ട്രെൻഡിങ് ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ ഇന്ന് വാഹന വിപണിയിൽ വളരെ ഡിമാൻഡുള്ളൊരു മോഡലാണ്. ഒരുപാട് ആളുകളുടെ വികാരമാണ്, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന വാഹനമാണ്. ഇന്ന് കാണുമ്പോഴും ഒരു പ്രത്യേക കണ്ടുകൊണ്ട് കാണുന്ന വാഹനമാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു സുപ്രയെ വിശേഷിപ്പിക്കാം. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ട്യൂണേഴ്സ് ഈ വാഹനം ട്യൂൺ ചെയ്ത് UK കൊണ്ടു നടന്നതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ വഴിയെ പറയാം. അതിന് ചില സമയത്ത് UK അദ്ദേഹത്തെ ബാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മോഡലാണ്. നമ്മളുടെ ഒരു സുഹൃത്ത് യാദൃശ്ചികമായിട്ട് നമ്മൾ പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാഹനമാണ്. അദ്ദേഹത്തെ നമ്മൾ ഇതിൻ്റെ കൂടെ പരിചയപ്പെടുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു വണ്ടിയെ മൊത്തം ഒന്ന് നടന്ന് കാണാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു പോണി കാറിൻ്റെ ഡിസൈൻ മികവ് മുഴുവനുമുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വേണമെങ്കിലല്ല, എന്ന് തന്നെ പറയാം. ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒരു 3 ചേമ്പറുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ്. ടെയിൽ ലാമ്പും അതുപോലെ തന്നെ ഹെഡ് ലാമ്പും റൗണ്ട് ഷേപ്പിൽ ചേമ്പറുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള സ്റ്റൈലാണ്. ഈ ഫ്രണ്ട് ഇങ്ങനെ ഈ ഒരു ഒഴുക്കൻ മട്ടിൽ നിൽക്കുന്നതാണ് സുപ്രൻ്റെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എയർ ഡാം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ലിപ്പ് ഭാഗം കാണാം, കുറച്ചുകൂടി വലിയ ലിപ്പ് ഭാഗമാണ്. ആ ഈ ഒരു ഗ്യാപ്പ് ശരിക്കും ഒരു ഭയങ്കര യുണീക്ക് ഫേസ് എന്ന് പറയാം, ഇങ്ങനെ വാ തുറന്ന് നിൽക്കുന്ന പോലെ. അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം ഇവിടെ ഈ ഒരു സൈഡിലേക്കാണ് ക്രമീകരിച്ചുള്ളത്. ഇതിന് മൊത്തം ഈ ഒരു ഷേപ്പില്ലേ, ഇത് നല്ല ഭംഗിയുണ്ട്, ഭയങ്കര അട്രാക്റ്റീവാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് സുപ്രയുടെ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി വരുന്നത്. ഈ ഒരു ഡിസൈൻ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും R34 ഒക്കെ ആ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നെങ്കിലും സുപ്രയുടെ ഡിസൈൻ മികവ് നല്ല ഹൈലൈറ്റ് ആയിരുന്നു എന്ന് പറയാം. പിന്നെ നിങ്ങൾ ഫ്രണ്ടൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ സ്വാഭാവികമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുള്ള റീസണൊക്കെ ഞാൻ വഴിയെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വീലുകളുടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിപ്പ് ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഹിറ്റ് ചെയ്തതാണ്. ശരിക്കും ഈ ഒരു ഭാഗം അതുപോലെ തന്നെ റൂഫ് ഭാഗം മാത്രമൊക്കെയാണ് സ്റ്റീലായിട്ട് വരാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കുറേ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കൺവേർട്ടബിൾ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. 2 ഡോർ വാഹനമാണ്, 4 സീറ്ററാണ്. ഡോർ ഹാൻഡിൽ നോക്കിയാൽ കീ ആയിട്ട് തുറക്കുന്ന തരത്തിലുള്ളതാണ്. റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും വന്നില്ല. കാരണം അന്നത്തെ കാലത്ത് വളരെ ചെറിയൊരു സൈഡ് വ്യൂ മിററാണ് കൊടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ നമുക്ക് കാണാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ ശരിക്കും ഒരു എയർ സക്കിങ് പാർട്ട് പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഒരു ബ്രീത്തിങ് എന്നുള്ള ആ ഒരു രൂപത്തിലാണ് എന്നുള്ളതാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ഹുഡിൻ്റെ ഭാഗത്തുള്ള ഡിസൈൻ ഇതൊക്കെ എക്സ്ട്രാ ആണ്. ശരിക്കും ബ്രീത്തിങ്ങിന് സഹായിക്കും, പക്ഷേ ഒരു എക്സ്ട്രാ ചെയ്തിട്ടുള്ള പോലെയാണ്. ആ ഒരു കാർബൺ ഫൈബർ തീമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുന്ന സമയത്ത് വലിയ സ്പോയിലർ കാണാം. സാധാരണഗതിയിൽ സുപ്ര ആ ഒരു കാലത്ത് ഉണ്ടായിരുന്ന സ്പോയിലർ ഉണ്ട്, കുറച്ചുകൂടി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന തരത്തിലുള്ള സ്പോയിലർ തന്നെയാണ്. പക്ഷേ ഈ ടൈപ്പല്ല, ഇതൊരു കാർബൺ ഫൈബർ സെറ്റപ്പിലൊക്കെ ചെയ്തേക്കാനാണ്. റിയർ വൈപ്പർ വലിയ വൈപ്പർ യൂണിറ്റാണ്. അതുപോലെ ഇവിടെ നോക്കിയാൽ
ആ ഒരു എയറോഡൈനാമിക്സും ഒക്കെ പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയുള്ള ആ ഭാഗം ശരിക്കും ഭയങ്കര ഐക്കോണിക്, ഭയങ്കര ടൈംലെസ് മെഷീനാണ് എന്ന് പറയാം. ഈ ഒരു സുപ്രനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്മോക്കി നഗാട്ടയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ UK നിന്ന് പുറത്താക്കിയെന്ന്. സ്മോക്കി നഗാട്ടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ട്യൂണറാണ്. അദ്ദേഹം ഒരു സുപ്ര ട്യൂൺ ചെയ്തിട്ട് UK സ്ട്രീറ്റിലൂടെയൊക്കെ ഓടിച്ച് നടന്നിരുന്നു. അതിൻ്റെ പേരിൽ പുള്ളിനെ UK നിന്ന് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു, ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ സൈഡിൽ നടന്നിട്ടുണ്ട്. റിയറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇപ്പം കുറേ വീഡിയോകളിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു ടീഷർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. X1-ൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറേ വീഡിയോയിൽ. പക്ഷേ ഈ ഒരു സമയത്ത് ഞാനിത് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ടീഷർട്ട് വാങ്ങിയതിന് അർത്ഥം ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോയി. ശരിക്കും എൻ്റെ ടീഷർട്ട് സുപ്രനെ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന് പറയാം അല്ലേ, ആ തരത്തിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ടൈൽ ലാമ്പ് യൂണിറ്റ്. ടൈൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 റൗണ്ടുകളാണ്. ഈ 4 3 3 പർപ്പസ്. ഇത് റിവേഴ്സ് ലാമ്പാണ്, ഇത് സ്റ്റോപ്പ് ലാമ്പാണ്, ഇത് ഇൻഡിക്കേറ്ററാണ്. അങ്ങനെയാണ് ക്രമീകരിച്ചേക്കുന്നത്. ടൊയോട്ട സുപ്ര ടർബോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. എനിക്ക് തോന്നുന്നു 1983 കാലഘട്ടങ്ങളിൽ MK3 ഇറങ്ങുന്ന ആ ഒരു സമയത്താണ് ടെർബോനെ കൊണ്ടുവരുന്നത്. അങ്ങനെ ടെർബോ വന്ന സമയത്ത് ശരിക്കും അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു എന്ന് പറയാം. ആ ഒരു സമയത്ത് ലോട്ടസ് കാര്യമായിട്ട് ടൊയോട്ടയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ലോട്ടസിൻ്റെ XL എന്ന് പറയുന്ന മോഡൽ ശരിക്കും ഉണ്ടാവുന്നത് സുപ്ര ഇറക്കിയ സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ എഞ്ചിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് പരിഹരിക്കാൻ ടൊയോട്ട ലോട്ടസിൻ്റെ സഹായം തേടി എന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെ തേടിയ സമയത്ത് ലോട്ടസ് ലൈക്ക് എഞ്ചിൻ മേക്കിങ്ങിൽ പയനീഴ്സ് ആയിരുന്നു. അവരെന്ത് ചെയ്തേക്കണാണ്, ഇവരെ എൻജിൻ ബിൽഡ് ചെയ്യുന്നതിൽ സഹായിച്ചു. പകരം ലോട്ടസ് എന്ന ഡിസൈനിങ്ങിൽ വളരെ മോശമായപ്പോൾ ടൊയോട്ടയുടെ കയ്യിലുള്ള ഈ ഒരു ടൈംലെസ് ഡിസൈൻ അവർക്ക് കിട്ടി എന്നും, അങ്ങനെ ഒരു കൊളാബറേഷൻ്റെ ഭാഗം അങ്ങനെ അന്ന കാലത്ത് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ടെർബോ വരുന്നത്. ടെർബോ ലൈക്ക് ഒരു ഗെയിം ചേഞ്ചിങ് എൻജിൻ ആയിരുന്നു എന്ന് വിശേഷിപ്പിക്കാം. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ ലോഗോ ബോഡിക്കകത്ത് തന്നെ ഇംപ്ലാന്റ് ചെയ്ത പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. മിഥുൻ ചേട്ടനെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്നുള്ളതാണ്. ഇനി ഇതാണ് ബൂട്ട് സ്പേസ്. ആക്ച്വലി ഇതിന് ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. ഇപ്പം ഈ സീറ്റ് ഫോൾഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും നമുക്ക് തോന്നുന്നത്. ഈ ഒരു ഭാഗമില്ലേ, ശരിക്കും കൺവേർട്ടബിൾ ആയിട്ടുള്ള സുപ്ര ഉണ്ട്. ആ സുപ്രൻ്റെ മുകൾ ഭാഗം ഊരി വെക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ആക്ച്വലി ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ തരത്തിലാണ് അന്ന് അതിൻ്റെ ബൂട്ട് സ്പേസിനെ ക്രമീകരിച്ചുള്ളത്. സ്റ്റോറേജ് സ്പേസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആളുകൾ ഭയങ്കര റേസിങ് അല്ലെങ്കിൽ അത്രയും ഡ്രൈവ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡിലേക്ക് എടുക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും അന്ന് ടൊയോട്ട അങ്ങനെ ചെയ്തത് എന്ന് തോന്നാറുണ്ട്. എനിവേ ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വിൻ ഏരിയ ഉണ്ട്. ആ ഒരു ഭാഗം മൊത്തം ഓപ്പൺ ആയിട്ട് പോകുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചുള്ളത്. ഇപ്പം ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാനാണ്. ഇത് നമുക്ക് ശരിക്കും ഇങ്ങോട്ട് നിർത്താം. എടാ സിമ്പിളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഇതാണ് ലോക്ക്. ഇത് അൺലോക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാക്കും. ഞാൻ നിർത്തി വെക്കാം, കാരണം നമുക്ക് 4th സീറ്റും ഏരിയയും കൂടി കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും സ്റ്റോറേജ് സ്പേസേ ഉള്ളൂ. ഇതിനകത്ത് ട്രോളിയൊക്കെ വെക്കാം, ചെറിയ ഇപ്പോഴത്തെ കാലത്തെ മോഡേൺ കുഞ്ഞ് പൈലറ്റ് കേസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിനകത്ത് കൊള്ളുമായിരിക്കും. അന്ന് കാലത്ത് ഹൈഡ്രോളിക് സ്ട്രട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ, അടിപൊളി നൈസ്. പക്ഷേ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു, ഈ സുപ്ര എന്നുള്ള ഒരു എഴുത്ത് ഇത് ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു കാലത്തില്ലേ, ഇപ്പോൾ ഈ ഗെയിമൊക്കെ കളിച്ച ആൾക്കാർക്ക് ശരിക്കും ഈ ഒരു റിയർ പ്രൊഫൈൽ ഭയങ്കര ഓർമ്മയുണ്ടായിരിക്കും. കാരണം ഈ ഒരു വ്യൂ കണ്ട് ഒരുപാട് നമ്മൾ റേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ ഒരു 4 ലൈറ്റ് കത്തുന്നതും ഇതിങ്ങനെ ഫൂച്ചിട്ട് പോകുന്നതും ഒക്കെ ഇപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 ഡോർ ആണ്, പക്ഷേ 4 സീറ്റർ ആണ്. 2 ഡോർ അല്ല, ആക്ച്വലി 3 ഡോർ ആണെന്ന്. ഈ സീറ്റുകളും കാര്യങ്ങളും OG അല്ലെങ്കിൽ OEM അല്ല, ഇതുവരെ ചേഞ്ച് ചെയ്തേക്കാണ്. പക്ഷേ ഇത് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു OEM ഇങ്ങനെ സീറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അത്രയും അടിപൊളി ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ. സീറ്റ് ഈ ലോഗോ മിഥുൻ ചേട്ടൻ്റെ ലോഗോ ആണ്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സീറ്റ് നോക്കിയാൽ ബക്കറ്റ് സീറ്റ് പോലെ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും ലെക്സസിൻ്റെ ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങളൊക്കെ അറിയുന്നൊരു കാര്യമാണ്, ഇത്തരം ഒരു വാഹനം കൊണ്ടു നടക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പാർട്സ് അവൈലബിലിറ്റി എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇതിനകത്തും അത് നേരിടും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു അൽക്കണ്ടാറ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക്, പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഇതെനിക്ക് തോന്നുന്നു ആ ഒരു പവർ വിൻഡോ എക്സ്ട്രാ സാധനങ്ങൾ ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. സ്പീക്കേഴ്സും സിസ്റ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് ഗേജസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഡ്രൈവർ സെൻട്രിക് ഡാഷ്ബോർഡ് ആണെന്ന് പറയാം. ആ ഒരു കർവ് ശരിക്കും ഡ്രൈവറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഈവൺ ആ ഒരു സെൻട്രൽ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഗിയർ നോബൊക്കെ ഇരിക്കുന്ന ഭാഗം കുറച്ച് ഡ്രൈവറുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന പോലെ. എന്തിനധികം ഞാൻ ഇതിനകത്ത് കയറുന്നൊരു സാധനം കാണിക്കാം. ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആ സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ആക്കുന്നത് പോലും ഡ്രൈവറുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നോക്കിയാൽ ഉണ്ടോ, ഇത് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, അപ്പുറത്തൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ഡ്രൈവർ സെൻട്രിക് ആണ്. ഈ ഗേജസ് ഇതുവർ എക്സ്ട്രാ ചെയ്തേക്കാനാണ്. ഫ്യൂവലിൻ്റെതും അതുപോലെ തന്നെ ടർബോൻ്റെയും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്.
കുറേയൊക്കെ സ്റ്റോക്ക് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഈ സാധനം ഭയങ്കര രസമായിട്ടുള്ള സംഭവം. ഇത് ശരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിന് ഉണ്ടാ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. AC വെൻറ്റ് ഇതിപ്പോൾ തുറന്നു കിടക്കണേ. ഇത് അടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സാധനം വന്ന് ക്ലോസ് ആവുന്ന, അത് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് വിസിബിൾ ആവുന്നുണ്ടോ എന്നല്ല. ഇങ്ങോട്ട് നോക്കി ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ, ഇതിപ്പോൾ ക്ലോസ് ആയി. ഉള്ളിലൊരു ഫാന് പോലെയാണോ. നൈസ്. കൺട്രോൾസ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. യാ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഡാഷ്ബോർഡിനകത്ത് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഗ്ലോ ബോക്സ്, ഓട്ടോമാറ്റിക് ഡയനാമിക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ എന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 1990 ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അന്നും അത് ഭയങ്കര നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ചെയ്തേക്കാനാണ്, അത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ല ഉള്ളത് എന്നുള്ളതാണ്. ഇതാണ് വിശ്വവിഖ്യാതമായിട്ടുള്ള സുപ്രയുടെ ഇൻറ്റീരിയർ. ഇനി ഇതിനൊരു സെക്കൻഡ് റോ സീറ്റ് ഉണ്ട്. ആക്ച്വലി അത് നമ്മളെ കാല് തട്ടും. എങ്ങനെ കയറിയെന്ന് പറഞ്ഞാലും ഈവൻ കിഡ്സ് ആണെങ്കിൽ പോലും കാല് തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ലഗേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലെന്ന് എനിക്ക് തോന്നി. അത് ഫോൾഡ് ചെയ്തിട്ട്, പക്ഷെ നല്ല കംഫർട്ടബിൾ സീറ്റാണ്, കാരണം ഇവർ ചെയ്തേക്കാനാണെന്നുള്ളതാണ്. യാ, നൈസ്. ഒരു ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഈ സുപ്രയ്ക്ക് ഇപ്പം എന്ത് വിലയുണ്ടായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ ചില വാഹനങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനത്തെ കമൻസൊക്കെ വരാറുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ ഓർഡറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരാളും അദ്ദേഹം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ, ഇതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള സുപ്ര. നമ്മൾ ഹോട്ട് വീൽസ് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. സുപ്ര അല്ലേ, 90s സുപ്ര. എന്താ പറയുക, ഇത്രയധികം ഫാൻ ബേസ് ഉള്ള വാഹനങ്ങൾ വളരെ കുറവാണ്. അതിൽ ഏറ്റവും ടോപ്പ് റേറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. A35ഉം A34ഉം ഒക്കെ ഉണ്ട് ഒബ്വിയസ്ലി, ബട്ട് സ്റ്റിൽ സുപ്ര ഈ സുപ്ര അല്ലേ. അപ്പോൾ ഇതാണ് മിഥുൻ ബ്രോ. വെൽക്കം ടു അവർ ചാനൽ. ഗുഡ് ഈവനിങ്. ഞങ്ങൾ യാദൃശ്ചികമായിട്ട് കൊച്ചിയിലൊരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ തലേ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, കണ്ടില്ലായിരുന്നു. പക്ഷേ അടുത്ത ദിവസം ബേസിക് പ്രോബ്ലം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഹൺഡ്രഡ്സ് ഓഫ് ഡിഎംസ് വരുന്നത്. അതിൽ മിസ് ആവാനായിട്ട് അത് നജീബിന് മാത്രമല്ല, പബ്ലിക് ജനറൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. hundreds of Instagram DMs every day. Okay. I find it very difficult to. സത്യമാണ്, നമ്മളും നേരിടുന്ന ഒരു വലിയ പ്രശ്നം. എല്ലാം നോക്കാൻ ഇല്ലല്ലോ. പക്ഷെ ഞാനത് പറയാനുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ കണ്ടു, രാത്രി മെസ്സേജ് അയച്ചു, പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടെ കൊച്ചിയിൽ വെച്ച് മീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിന് മുമ്പ് എനിക്കറിയാം മിഥുൻ കയ്യിൽ ഇങ്ങനെ ഒരു ലെജൻഡറി സാധനമുണ്ട്. കാരണം നമ്മളെ സുഹൃത്തനായിട്ടുള്ള അഖിൽ ബ്രോ ഇത് ഫീച്ചർ ചെയ്തിരുന്നു ഒരിക്കൽ. അതിലാണ് ഞാനത് ആദ്യമായിട്ട് കാണുന്നത്. സോ ആദ്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. സുപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജൻഡറി സാധനമാണ്. കേരളത്തിൽ ഇത് വേറെ ആരെങ്കിലും കയ്യിലുണ്ടോ വെച്ച് കഴിഞ്ഞാൽ 4 ആളുകൾ കയ്യിലുണ്ട്. ഒന്ന് നൺ അതർ ദാൻ ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാന്റെ കയ്യിലൊരു കാറുണ്ട്, എന്റെ കയ്യിലുള്ള കാറുണ്ട്, കോട്ടയത്ത് റയൻ ഫിലിപ്പ് ഗ്രൂപ്പിന്റെ കാറുണ്ട്, പിന്നെ ശബരി ഗ്രൂപ്പിന്റെ സുനിൽ സ്വാമിയുടെ കാറുണ്ട്. റയാന്റെ അടുത്ത് റെഡ് കളറാണ്. അല്ല, റയന്റെ അടുത്ത് ഇപ്പൊ കാർ കറന്റ്ലി ഗ്രീൻ ആണ്. ഹെർമെസ് എന്ന് പറഞ്ഞ കളറാണ്. ആ കളറിലേക്ക് ചേഞ്ച് ചെയ്തു. റെഡ് ആയിരുന്നു പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നു. റെഡ് അല്ലായിരുന്നു, അത് ബ്ലൂ കളറായിരുന്നു. ബ്ലൂന്ന് പിന്നെ ബ്ലാക്ക് ആയി, ബ്ലാക്കിൽ നിന്ന് പിന്നെ ഇപ്പൊ ഗ്രീൻ ആക്കി. ഓ, അങ്ങനെയാണ്. ആ കാർ ഹാസ് always been a no budget car. എപ്പോഴും പുള്ളി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു കാറാണ്. ശരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് സുപ്ര വന്ന ജേണി എങ്ങനെയായിരുന്നു? അതായത് ആദ്യമായിട്ട് ഇത് എപ്പോഴാണ് കണ്ടത്? ഇത് ആദ്യമായിട്ട് വരുന്നത് 2009 എനിക്ക് അറിയുന്ന കാറായിരുന്നു. ബാംഗ്ലൂരുള്ള ഒരു ഭയങ്കര ഫേമസ് ആയിട്ട് രഞ്ജിത്ത് സുന്ദരമൂർത്തി എന്ന് പറഞ്ഞ ആളുടെ കാറായിരുന്നു. അപ്പൊ രഞ്ജിത്ത് ഇത് കാർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് വന്ന് 2007-8 ആ ടൈമിലൊക്കെ എനിക്ക് 65 lakhs ആയിരുന്നു ചോദിച്ചോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഒരു കാരണവശാലും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോ മൈസൂരിലുള്ള റിസു എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടാണ് ഈ കാർ മേടിച്ചത്. അപ്പൊ റിസുവിന്റെ കയ്യിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഭയങ്കര അൺഫോർച്ചുനേറ്റ്ലി എഞ്ചിൻ സീസ് ആയി പോയി. അപ്പൊ അങ്ങനെ വന്ന് പുള്ളിക്കാരൻ ഇത് ബിൽഡ് ചെയ്യാനുള്ള കോട്ടൊക്കെ എടുത്തപ്പോ ഭയങ്കര എക്സ്ട്രീം പ്രൈസസിലേക്കൊക്കെ പോയി പുള്ളി അങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചോണ്ടിരുന്ന ഒരു 1 year കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ബാംഗ്ലൂർ പോയി വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോയത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയി നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞത് റിസുവിന്റെ കാർ ഇപ്പോഴും ഇരിപ്പുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ അതൊരു ഡീൽ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ചെന്ന് കാർ എനിക്ക് അറിയാം, കാരണം സുപ്രാസ് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള കാറാണ്. അപ്പൊ ഒരുമാതിരി ഇന്ത്യയിലുള്ള എല്ലാ സുപ്രകളെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എന്റെ കമ്പ്യൂട്ടറിൽ നോക്കി എപ്പോഴും കാണാം. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ലോ മൈലേജ് കാർ. അപ്പൊ ഞാൻ അന്ന് എടുക്കുമ്പോൾ 22,000 kilometers ആയിട്ടുണ്ടായിരുന്നു. 22,000 ജെന്യൂൻ കിലോമീറ്റേഴ്സ് വിത്ത് ഓൾ സർവീസ് ഹിസ്റ്ററി. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയുന്ന, അപ്പൊ ഇന്റീരിയർ ഒന്നും മുഷിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഭയങ്കര ഒരു ഇൻടാക്ട് ആയിരുന്നു. അപ്പൊ കാർ പോയി കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും കസിന്റെ അടുത്തും പറഞ്ഞു, നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇത് എടുക്കണം, എന്തെങ്കിലും ഒരു ഡീൽ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അന്ന്
അന്ന് എനിക്ക് 2000 ഞാൻ എടുക്കുന്നത് 2013 എടുക്കുന്നത്. 2013 ഐ സ്ട്രൈക്ക് ദ ഡീൽ ഫോർ 35 lakhs. ഓ, അപ്പൊ അത് വിത്തൗട്ട് ദ കാർ റണ്ണിങ്, എഞ്ചിൻ ഒന്നുമില്ല. അത് റെഡിയാക്കി എടുക്കാൻ പിന്നെ ഒരുപാട്. പിന്നെ എന്താന്ന് വെച്ചാൽ ഐ ഹാഡ് ദി ഓപ്ഷൻ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ്. വൺ ഷോട്ട് ക്യാഷ് കൊടുക്കണം. EMI പോലെ. EMI പോലെയുമല്ല, എനിക്കൊരു 3 part പേയ്മെന്റ്. എനിക്കൊരു ടൈം ഉണ്ടായിരുന്നു, എനിക്ക് 2 years ടൈം പീരീഡ്. അങ്ങനെ ആയതുകൊണ്ട് മാത്രം എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് അന്നും പ്രൈസസ് വേറെ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ ലീഗ്. ശരിക്കും സുപ്ര എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡറി ആണ്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുമ്പോഴും ഒരുപാട് ആളുകൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്നു. ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സുപ്ര ലിവിംഗ് എന്ന് പറയുമ്പോൾ നേരിട്ടിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും ഒരു ഒരു ഗുണവും ഒരു ദോഷവും പറയാൻ പറ്റുമോ? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ് അബൌട്ട് ദ കാർ ഇസ് എൻ അഡ്വാൻറ്റേജ്. ബിക്കോസ് നത്തിങ് എൽസ്, വേറെ ഒന്നിനും പകരം ഈ വണ്ടി നമ്മളെ പഠിപ്പിക്കുന്ന പോലെ വേറെ ഒന്നിനും പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ബി ഇറ്റ് മെക്കാനിക്കൽ, ബി ഇറ്റ് ഡ്രൈവിംഗ് സ്റ്റൈൽ, ബി ഇറ്റ് ദി എക്സ്പീരിയൻസ്, ബീയിങ് ദ ഓണർഷിപ്പ് എക്സ്പീരിയൻസ്, എവറിത്തിങ്. ഈ കാറിന്റെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് വേറെ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ റിലയബിലിറ്റി ഫാക്ടറും ഉണ്ട്. പിന്നെ നമുക്ക് പാർട്സിന്റെ കോസ്റ്റ് ഉണ്ട്. പാർട്സ് റിലേറ്റീവ്ലി ബാക്കി എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഭയങ്കര ചീപ്പാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേറെ വലിയ സ്റ്റേജസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ബിൽഡ് അനുസരിച്ചിട്ടാണ് നോക്കുന്നത്. ശരിക്കും ഒരു റിയൽ ട്യൂണിംഗ് കാറാണ്. അതെ, റിയൽ ട്യൂൺ കാറാണ്. അപ്പൊ എന്റെ മൈ ഇന്റേണൽസ് ആർ ബിൽറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർ വിൽ ഹാൻഡിൽ 1200 horsepower. It is built like that. അന്നേ അത് അങ്ങനെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് ദി എഞ്ചിൻ ഇൻ എ സീസ്ഡ് കണ്ടീഷൻ. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ഐ ഹാഡ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ബിൽഡിംഗ് ദി എഞ്ചിൻ ഇൻ ദ വേ ദാറ്റ് ഐ വാണ്ടഡ്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് അത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് എ സോളിഡ് എഞ്ചിൻ ആൻഡ് ഇറ്റ്സ് ബീൻ റണ്ണിങ് സോളിഡ് ഫോർ 12 years. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് ഇലക്ട്രിക്കൽ ഗ്രെംലിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽസ് മൊത്തം അങ്ങ് മാറ്റി കളഞ്ഞു. ഇപ്പോൾ ഈ വണ്ടി എടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റം ഇതിൽ ശരിക്കും വരുത്തിയിട്ടുണ്ട്? ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബോഡി ഷെൽ, അതായത് മെയിൻ ഷെൽ, മെറ്റാലിക് ഷെൽ ഒഴിച്ച് ബാക്കി എല്ലാം മാറ്റി, എല്ലാം ചേഞ്ച് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഐ അപ്ഗ്രേഡഡ് എവറിത്തിങ്. അപ്ഗ്രേഡഡ് ഇൻ ദ സെൻസ് നോട്ട് മോഡിഫിക്കേഷൻ. മനസ്സിലായി. ടൊയോട്ട കാറ്റലോഗോ അല്ലെങ്കിൽ ടൊയോട്ടയ്ക്ക് വേണ്ടിയിട്ടോ ഓത്തറൈസ്ഡ് വന്നേക്കുന്നത് എനിത്തിങ്. പിന്നെ എനിക്ക് ആദ്യം കിട്ടിയ സമയത്ത് ഫൈബർ ബമ്പർ ആയിരുന്നു, റെപ്ലിക്ക ബമ്പർ ആയിരുന്നു. ഇത് ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞ ടോപ്പ് സീക്രട്ടിന്റെ ജെന്യുവൻ ബമ്പറാണ് ഞാൻ വെച്ചേക്കുന്നത്. ഞാൻ ആ സമയത്ത് ബമ്പർ ഞാൻ ദുബായിൽ നിന്നാണ് മേടിച്ചത്. സൈഡ് സ്കേർട്സ് ABS പ്ലാസ്റ്റിക്. സൈഡ് സ്കേർട്സ് എനിക്ക് എന്റെ അറിവിൽ ഭയങ്കര കുറവ് വണ്ടികളിലേ ഉള്ളൂ. അതായത് സൈഡ് സ്കേർട്സ് ഉണ്ടാവും, പക്ഷേ ഫൈബർ ഗ്ലാസ് ആയിരിക്കും. ഇത് ജെന്യുവൻ പ്ലാസ്റ്റിക് ആണ്. സ്പാറ്റ്സ് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വെയിറ്റ് ഫാക്ടർ ഭയങ്കര ഡിഫറൻസ്. വീല് ഐഫോർജ്ഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എക്വിപ്പ് ആണ്. ഇതാണ് മറ്റേ ലിബർട്ടി വോക്ക് ഏറ്റവും അവരുടെ ലാംബോയിൽ ഉണ്ടായിരുന്ന വീല. പക്ഷെ ഇത് നോട്ട് എക്സ്ട്രീം ഓഫ് സെറ്റ്, അത് വൈറ്റ് ബോഡിക്കുള്ളതാണ്. ഇത് സൂപ്പർ ഓഫ്സെറ്റ് ആണ്. ബിഗ് ബ്രേക്ക് ഇറ്റ് അക്കോമഡേറ്റ് ചെയ്യും. ശരിക്കും OG ഇതിനകത്ത് വരുന്ന സമയത്ത് ഇവിടെ സുപ്ര എന്ന് പറഞ്ഞ ബാഡ്ജിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാലിപ്പറിന്റെ അത് OG സുപ്ര എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്ക് അത് ഭയങ്കര അറ്റൻഷൻ ഗ്രാബിംഗ് അതിന്റെ അകത്തേക്ക്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അത് ഓറഞ്ച് കളർ ആക്കിയായിരുന്നു. ചേഞ്ച് ചെയ്ത്. പക്ഷെ എന്താന്ന് വെച്ചാൽ വണ്ടി ഓടി പോകുമ്പോൾ ഭയങ്കരമായിട്ട് അതിലേക്ക്, അപ്പൊ എനിക്ക് അങ്ങനെ അതിലേക്ക് ഒരു ശ്രദ്ധിക്കപ്പെടണ്ടല്ലോ. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്പോയിലർ ആണ്. സ്പോയിലറും എന്താന്ന് വെച്ചാൽ ഇതിന് ഒറിജിനൽ വരുന്ന സ്പോയിലർ കണ്ടിട്ടുണ്ടാവും, പോലെ വരുന്നത്. അകത്തുനിന്ന് പുറത്തേക്ക് നോ വിസിബിലിറ്റി. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? കംപ്ലീറ്റ് കവർ ചെയ്തു. സീറോ വിസിബിലിറ്റി. അതുകൂടാണ്ട് TRD വേറൊരു സ്പോയിലർ ഉണ്ട്, സീറോ വിസിബിലിറ്റി. എന്താ കാര്യം എന്ന് വെച്ചാൽ എന്റെ 2 സ്പോയിലർ വീട്ടിലിരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് APRന്റെ സൂപ്പർ സ്പെസിഫിക്. ഇത് എനിക്ക് തോന്നുന്നു UAE-ലും കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ കണ്ടു. ഇത് ജെന്യുവൻ കാർബൺ ഫൈബർ ആണ്, നോട്ട് നോക്ക് ഓഫ്, നോട്ട് നത്തിങ്. ദിസ് ഈസ് ദി ജെന്യുവൻ പാർട്ട്. എല്ലാ സ്ഥലത്തും APR റേസിംഗ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. APRന്റെ എല്ലാ സ്ഥലത്തും APR റേസിംഗ് ഉള്ളതാണ്. അപ്പൊ അത് ഈ സ്പോയിലർ അലോൺ വാസ് അറൗണ്ട് 4 lakhs. 4 lakhs. പിന്നെ നമ്മള് നേരത്തെ സംസാരിച്ച സമയത്ത് 4 lakhs ഇതിന് മാത്രം ജസ്റ്റ് സ്പോയിലർ. അടിപൊളി. ഞാൻ ഇടയിൽ മിസ്സായി പോയി. നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇതിന്റെ ഇനീഷ്യലി ഇത് എടുത്ത സമയത്ത് മുഴുവനും സ്വന്തമായിട്ടായിരുന്നു. അതെ, സ്വന്തമായിട്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് എടുത്ത സമയത്ത് എനിക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നില്ല. I had to rely on somebody else. But വർക്ക് ഒക്കെ കൂടുതലും ഞാൻ തന്നെ ചെയ്തിരുന്നത്. ഐ ഹാവ് ഓൾ ദി ഡോക്യുമെന്റേഷൻ. ദാറ്റ് ഈസ് വൺ തിങ്. ഒരു മൈൻഡ് ഫുൾ അതായിരുന്നു. പക്ഷേ ഇലക്ട്രിക്കൽ nobody has touched this car except me. ഇപ്പൊ വെരി റീസെന്റ് ഞാനൊരു 1.5 years മുമ്പ് കംപ്ലീറ്റ് ഫ്രണ്ട് ടു ബാക്ക് വരെയുള്ള എല്ലാ ഇലക്ട്രിക്കലും പുൾ ഔട്ട് ചെയ്ത് ഞാൻ കസ്റ്റം വയറിംഗ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം വയറിംഗ് എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്പോർട്ട് ഹാർഡ്നെസ് ആണ് ചെയ്തേക്കുന്നത്. ഓൾ ഡോക്യുമെന്റേഷൻ, എവറിത്തിങ്. സോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ECU മാറ്റി. എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ECU വാസ് ഏൻഷ്യന്റ്. അപ്പൊ അതൊക്കെ പഴയ കാലത്തിലുള്ളത് ടെക്നോളജിയാണ്. അപ്പൊ പൊല്യൂഷൻ കൺട്രോളും അങ്ങനത്തെ എല്ലാ സാധനത്തിലും ഭയങ്കര വാല്യൂസ് ഭയങ്കര ഹൈ ആയിരുന്നു. ഇത് പൊല്യൂഷൻ പോയപ്പോൾ ഞങ്ങൾ പൊല്യൂഷൻ കൊണ്ടിരുന്നത് പൊല്യൂഷൻ സെന്ററിൽ അവർ വരെ ഞെട്ടിപ്പോയി. ഇങ്ങനെ പൊല്യൂഷൻ കിട്ടിയത്. ഇത് എന്താ ഇങ്ങനെയാണ്. അപ്പൊ എന്തായാലും
അത് ആരെടുത്ത് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഒരു കാറിന്റെ സെയിം പൊല്യൂഷൻ വാല്യൂസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ മറ്റേ ഭയങ്കര ടെക്നിക്കൽ വെച്ചാൽ BS6-ക്കാട്ടിലും വാല്യൂസ് കുറവാണ്. അത് എന്റെ ഈ കാറിന് ഇപ്പൊ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല വേറെ തൽക്കാലം ഇന്ത്യയിൽ കിട്ടില്ല. സീറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തേക്കണം. സീറ്റ് എനിക്ക് ചെന്നൈയിൽ സീറ്റസ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അല്ലല്ല എന്റെ അല്ല, അത് എന്റെ ഒരു ഫ്രണ്ട് അന്ന് സുബ്രഹ്മണ്യം ചെന്നൈയിലുള്ള അപ്പൊ പുള്ളിക്കാരനാണ് എന്നെ അവരായിട്ട് മുട്ടിച്ചു തന്നത്. അപ്പൊ അവര് എനിക്ക് അന്ന് ഒരു ഓഫറിൽ ചെയ്തു തന്നതാണ്. ബട്ട് it's worth a lot of money. Nice actually. അപ്പോൾ എല്ലാ സാധനങ്ങളും അപ്പോൾ നടുക്ക് എൻ്റെ കമ്പനിയിലൊക്കെ ഉള്ളത് MV ആണിത്. ശരി, മിഥുൻ വി. അതെ. അപ്പോൾ ഇതിലിത് നാപ്പ ലെതർ ലണ്ടൻ ടാൻ എന്ന് പറഞ്ഞൊരു കളറാണ്. ഇന്ത്യയിൽ ആൽക്കൻടാറ എല്ലാം രണ്ടാമത് റീസ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒറിജിനൽ എസൻസ് മാക്സിമം നിർത്തുക എന്നുള്ളതായിരുന്നു. ഞാൻ ഒട്ടും എനിക്ക് അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ക്രേസി മോഡിഫിക്കേഷൻസ് ഇല്ല. ഞാൻ കാർ മേടിക്കുന്ന സമയത്ത് കണ്ടമാനം സ്ക്രീൻസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പഴയ ECUവിൽ പോകുന്നതിൽ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും വേണമായിരുന്നു. അപ്പൊ എനിക്കത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുന്നത് അതൊന്നും പോസിബിൾ അല്ല. ഇനി വലിയൊരു ചോദ്യം എഞ്ചിനെ കുറിച്ചാണ്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി കണ്ടല്ലോ. എഞ്ചിനിൽ ശരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? എഞ്ചിൻ നോക്കിയാ ആ 6 സിലിണ്ടർ പോലും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ എന്താന്ന് വെച്ചാൽ ഇതിന് സ്റ്റാൻഡേർഡ് വരുന്ന ടൊയോട്ടയ്ക്ക് വരുന്ന ഒരു ഇഗ്നൈറ്റർ ബോക്സ് എന്ന് പറഞ്ഞ ലോകത്ത് ഏറ്റവും ഫെയിൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് എല്ലാ വണ്ടികളുടെയും ഫെയിൽ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, GTR R35 ലേറ്റസ്റ്റ് GTR ഇല്ലേ, അതിന്റെ കൺവേർഷൻ കിറ്റാ ചെയ്തത്. അപ്പൊ ഞാൻ ഇലക്ട്രിക്കൽ ചെയ്ത സമയത്ത് ECUവിന്റെ കൂടെ അത് ചെയ്ത് GTR കൺവേർഷൻ ചെയ്തതാ. അപ്പൊ ഇഗ്നിഷൻ കോയിൽസ് എല്ലാം നമ്മുടെ ലേറ്റസ്റ്റ് R34 R35-ന്റെ ആണ്. പിന്നെ എവറിത്തിങ് ഈസ് ബെറ്റർ ദാൻ സ്റ്റോക്ക്. Every single component. ഇപ്പോഴത്തെ ഞങ്ങളുടെ ട്യൂൺ അനുസരിച്ചിട്ട് ഈസി 550 പുഷ് ചെയ്യും. 550 ഈസി പുഷ് ചെയ്യും. പക്ഷെ വി ക്യാൻ ഗോ മോർ. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പവർ വേണ്ട, എനിക്ക് റിലയബിലിറ്റി, ഡ്രൈവിംഗ്. ശരിക്കും ടൊയോട്ട എഞ്ചിന്റെ ഒക്കെ ഒരു പ്രത്യേകത ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ വലിയ എഞ്ചിൻസ് ആയിരിക്കും എന്നാൽ ഒരുപാട് എഫേർട്ട് എടുപ്പിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് ലോങ് ലൈഫ് കിട്ടുന്നത് തോന്നലുണ്ട്. അതെ, എന്താന്ന് വെച്ചാൽ ഇത് എന്താന്ന് വെച്ചാൽ ഫോർ ദ ടൈം ഇറ്റ് വാസ് വെരി മച്ച് ഓവർലി എഞ്ചിനീയർഡ്. ഭയങ്കര ഓവർലി അന്നേ ഇറക്കുമ്പോൾ 1000 HP എടുക്കാമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് എഞ്ചിൻ. US-ൽ കണ്ടമാനം ആൾക്കാർ ഇപ്പോഴും, US മാത്രമല്ല ഫിലിപ്പീൻസിൽ, എന്റെ ട്യൂണർ ഫിലിപ്പീൻസിൽ നിന്നാണ്. അപ്പൊ പുള്ളിക്കാരന്റെ അവിടെ അവര് ഈസി 600, 700, 800 ഒക്കെ പുഷ് ചെയ്യുന്നത്. അപ്പൊ ഇത് ജോൺ എന്ന പേര്, ജോൺ ഡ്രിഫ്റ്റ് മോബ് എന്ന് പറഞ്ഞ വലിയ ബ്രാൻഡാണ് അവര്. അപ്പൊ ജോൺ ആണ് ട്യൂൺ. ഐ ഫ്ലൈ ഹിം ഡൗൺ ഫ്രം ഫിലിപ്പീൻസ് ഫോർ ട്യൂൺ. അപ്പൊ പുള്ളിക്കാരൻ വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ജോൺ എടുത്ത് ചോദിച്ചു, വാട്ട് ഈസ് ദ പെർഫോമൻസ് ഫിഗർ യു ആർ ലുക്കിംഗ് അറ്റ്? ജോൺ, ഐ എം ലുക്കിംഗ് അറ്റ് സംതിങ് ബിറ്റ്വീൻ 400 and 500. I just want reliability. Bro, that's very difficult. Oh, you can't reach that much. No, I can't keep it there. It will go above 500, no doubt. Because you have that much of things inside the car and I can't keep it at that level. I want the safest tune possible. This setup, easily you can, with your fuel and quality, you can manage 800, but I'll keep you on the safe side. ശരിക്കും അന്നേ ഈ ഒരു എക്സ്ട്രാ ആക്സറീസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയായിരുന്നു അങ്ങനെ തന്നെ കിട്ടിയത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതെനിക്കൊരു പ്രോസും കോൺസും ഉണ്ടായിരുന്നു. കാരണം ഫൈനാൻഷ്യൽ പെർമിബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ കാർ മേടിക്കുന്ന സമയത്ത് കാർ വാസ് നോട്ട് റണ്ണിങ്. ഞാൻ 1.5 years കഴിഞ്ഞാണ് ഈ കാർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, കേൾക്കുന്നത്, കാറിന്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ 1.5 years എടുത്തു. കാരണം എനിക്ക് എന്റെ ഫൈനാൻസസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് ഇതിന്റെ വർക്ക് ചെയ്യാനും പിന്നെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് ഒന്ന് കേൾക്കാം. ശരിക്കും എക്സോസ്റ്റിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എക്സോസ്റ്റിൽ ചെറിയ ചേഞ്ച് അല്ല. സ്റ്റോക്ക് എക്സോസ്റ്റ് വരുന്നത് എല്ലാ വണ്ടികളുടെയും കംപ്ലൈന്റ് ആവും, റസ്റ്റ് ചെയ്ത് പോകും, റോട്ട് ചെയ്ത് അങ്ങ് പോകും. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഫുൾ എൻ്റെ ഉള്ളത് ഒരു ബാക്കിലേക്ക് വരുന്നത് ടൈറ്റാനിയം, നടുക്കുള്ളത് SS. അപ്പൊ ഡൗൺ പൈപ്പ് തുടങ്ങി എല്ലാം SS. For my tune and everything, but it is not extremely loud. ഭയങ്കര നല്ലൊരു സൗണ്ടാണ്. നമുക്ക് കേട്ടോക്കിയാലോ? യെസ്, സ്റ്റാർട്ടിങ് മുതൽ തന്നെ കേൾക്കാം. Oh man, ആ റോവിങ് ഭയങ്കര നൈസ്. അതെ, പക്ഷേ ഭയങ്കര ഓവർലി ലൗഡ് അല്ല. എന്നാൽ ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ആയിട്ട് വരുന്ന എല്ലാ സ്പോർട്സ് കാറുകൾക്കും ഉള്ളതേപോലെ തന്നെയാണ്. വലിയ ഒരു അലമ്പം സൗണ്ട്സ് എനിക്കും പറ്റത്തില്ല. കാരണം ചെറുപ്പത്തിലേക്ക് പറ്റുമായിരുന്നു, ഇപ്പം ഓടിച്ച് കുറച്ച് തലവേദന. അപ്പൊ ഇതാണ് സുപ്ര, ഇതാണ് സുപ്രയുടെ ഓണർ. ശരിക്കും സുപ്രയുടെ ഓണർ എന്ന് പറയുന്ന സമയത്ത് സുപ്രനെ ജെന്യൂൻലി സ്റ്റഡി ചെയ്ത് ഞാൻ കുറച്ച് അധികം, കാരണം നജീബ് കുറച്ചും പറഞ്ഞല്ലോ ഈ സുപ്രയുടെ ഈ ബാഡ്ജസ് പൊതുവെ എല്ലാവരുടെയും കാറിൽ നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മുടെ നോർമൽ സ്റ്റിക്കറിൽ കട്ട് ചെയ്ത് അത് എന്താണെന്ന് വെച്ചാൽ ഞാനത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടമാനം എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ട് ഊരിയെടുക്കാനൊക്കെ പോകാണ്ടൊക്കെ നോക്കണം. അപ്പൊ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് എടുക്കേണ്ടത്. 95 മോഡലാണ് എന്റെ കാർ. 95 മോഡലാണ്. പക്ഷെ കുറെ സാധനങ്ങൾ ഞാൻ 97 കാരണം ഹെഡ്ലൈറ്റ്സ് 97 ആണ്,
ഫ്ലോർ കാർപ്പറ്റ് 97 ആണ്. ഈ ബ്ലാക്ക് കളർ വരുന്നത്. റൂഫ് ലൈനർ വരുന്നത് 97 ആണ്. അപ്പൊ പിന്നെ ഇൻഡിക്കേറ്റർ സെറ്റ് വരുന്നത് 97, ടെയിൽ ലൈറ്റ് സെറ്റ് വരുന്നത് 97 ആണ്. ഇതിന് മുമ്പുള്ളതും ഇതേ ഷേപ്പ് തന്നെയാണ്, പക്ഷെ ഇതേപോലെ അല്ല. അതൊരു അകത്തേക്ക് കുറച്ച് ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന പോലെ പ്രൊജക്ടർ പോലെ ഇരിക്കുന്ന സാധനം. ചെറിയ ബൂട്ടിന്റെ ഓപ്പണിംഗ് ഇതിനകത്ത് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു കീ ഉണ്ട്, അകത്തൊന്നും തുറക്കാം, സ്വിഫ്റ്റിനൊക്കെ അകത്തൊന്നും ഓപ്പൺ ആക്കാം. അവിടെ പെട്രോൾ ലിറ്റിന്റെ എല്ലാം നോർമൽ കാറിന്റെ പോലെ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം. ഞങ്ങളൊരു ആഗ്രഹം പറഞ്ഞ സമയത്ത് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ സംഭവിച്ചായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഇത് ഫീച്ചർ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക, ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് പോലെ തോന്നി. അതിന് കാരണം നിങ്ങളാണ്. താങ്ക് യു. മിഥുൻ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഇത് എനിക്ക് കാരണം ഞാൻ പണ്ട് ഈ കാർ വേറൊരു കാര്യം കൂടെ ഓർക്കാനുള്ളത്, പണ്ട് ഈ കാർ ഞാൻ എല്ലായിടത്തും ഓടിച്ചോണ്ട് പോകുമായിരുന്നു. എനിക്ക് എന്റെ ഗ്രാൻഡ് മദറിന്റെ വീട് തിരുവല്ലയില്ല. അപ്പൊ എന്റെ മദറാണ് എന്റെ ഏറ്റവും ഫുൾ ടൈം കോ പാസഞ്ചർ. മദർ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരി അവിടെ വരെ സുഖമായിട്ട്, കാരണം പുള്ളിക്കാരിക്ക് ഇതിന്റെ സീറ്റ്സ് ഭയങ്കര നല്ല സീറ്റാണ്. അപ്പൊ പോകുന്ന സമയത്ത് പുള്ളിക്കാരിയാണ് എപ്പോഴും എന്റെ നാവിഗേറ്റർ. ഇപ്പൊ അന്നൊക്കെ ഞാൻ കണ്ടുമാരും ഓടിക്കായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കാർ ഷോസിനൊക്കെ കൂടുതലും പോകുന്നത്. പക്ഷെ പിന്നെ എനിക്ക് വർക്ക് എപ്പോഴും ബിസി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അതുകൂടി ചോദിക്കാന്ന് വിചാരിച്ചു. ശരിക്കും പേഴ്സണൽ പ്രൊഫൈൽ പറയുകയാണെങ്കിൽ എന്ത് പറയും? ശരിക്കും എനിക്കൊരു ചെറിയ വർക്ക്ഷോപ്പ് ഉണ്ട് പനമ്പള്ളി നഗറിൽ. എന്താണ് അതിന്റെ പേര്? അറ്റ് ദ ഗാരേജ്. ആർക്കെങ്കിലും എന്തെങ്കിലും പനമ്പള്ളി നഗറിൽ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. അപ്പൊ അതിൽ ഞാൻ പാർട്ട്ണറാണ്. പിന്നെ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഇമ്പോർട്ട് ബിസിനസ് ഉണ്ട്, സ്പെയർ പാർട്സ് ഇങ്ങനത്തെ കാറുകളുടെ ഒക്കെ കൊണ്ടിരുന്നത്. ഈ കാറായ പിന്നെ തുടങ്ങിയതാണ്. വഴി വെട്ടി തെളിഞ്ഞല്ലോ. അങ്ങനെ പിന്നെ എനിക്കൊരു സീ ഫുഡിന്റെ ബിസിനസ് ഉണ്ട്, ഭയങ്കര ചെറുതാണ്. ഒരു സീ ഫുഡ് ഫാമാണ്. അപ്പൊ അങ്ങനത്തെ വർക്ക് ബിസി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ കാർ ഷോസ് ഒക്കെ മാക്സിമം പോകാൻ നോക്കും, ഓടിച്ചോണ്ട് പോകാൻ നോക്കും. പരിപാടി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലോങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലാറ്റ് ബെഡിൽ തിരിച്ചു കൊണ്ടുവരും. പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡ്ജ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന എന്റെ ഫ്രണ്ടിന്റെ സ്ഥലമുണ്ട്. അപ്പൊ അവന്റെ ഒരു കീ ഞാൻ ഫുൾ ടൈം എവിടെയാണെന്ന് വെച്ചാൽ ട്രക്കിൽ കയറ്റി വിടുവാണെങ്കിൽ ഞാൻ പറയാം വണ്ടി കയറ്റി വിടുന്നുണ്ട്. വന്ന് നീറ്റായിട്ട് ഇറക്കി വിട്ട് അവിടെ എല്ലാ പരിപാടി തീർത്ത് വെച്ചോളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. സുപ്ര കാണുന്ന സമയത്ത് എങ്ങനെയുണ്ട്, സുപ്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്. ബൈ.